ഇല്ലാത്ത പരാതിയുടെ മറവിൽ സമരം നടത്തി ഭരണത്തിന്റെ ന്യൂനത മറയ്ക്കുവാനുള്ള നീക്കമാണ് CPM കേരളത്തിൽ ചെയ്തു കൂട്ടുന്നതെന്ന് ഇടുക്കി DCC അംഗം നൌഷാദ് വെമ്പിളി പറഞ്ഞു. സർക്കാരിന്റെ ഭൂഭേദഗതി തട്ടിപ്പിനെതിരെ കോൺഗ്രസ് കൊക്കയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭൂചട്ട ഭേദഗതി നിയമ പകർപ്പ് കത്തിച്ച് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേട്ടങ്ങളുടെ പട്ടികയിലാണ് ഇതെല്ലാം നടന്നു പോകുന്നത്. എല്ലാവർക്കും നീതി കിട്ടാത്ത, ആർക്ക് നീതി കിട്ടാത്ത അവസ്ഥ. അമ്മായിയപ്പനും മരുമോനും മാത്രം ജീവിക്കുന്ന സംസ്ഥാനമായി കേരളത്തിലെ ഗവൺമെന്റ് കടന്നു പോകുന്നു എന്നുള്ള കാഴ്ചയാണ്. CPI-ക്കാരുടെ അവര് തന്നെ അവരുടെ സമ്മേളനം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. CPI-യുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് കേരളത്തിലെ പോലീസിനെതിരെ, കേരളത്തിലെ ഭരണ സംവിധാനത്തിനെതിരെ, ഇത് അംഗീകരിക്കാൻ കഴിയാത്ത ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞത് യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും കോൺഗ്രസുമല്ല, മറിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം CPI ആണ് പറഞ്ഞത്. ഈ ഗവൺമെന്റിനെ അംഗീകരിക്കാൻ കഴിയില്ല, ഇതിനോടൊപ്പം നിൽക്കാൻ കഴിയില്ല. അഴിമതിയുടെ കൂത്തരങ്ങായി ഈ സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അത് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് അങ്ങ് ഈ പഞ്ചായത്തും ഈ സംസ്ഥാനവും ഈ ജില്ലയും ഒന്ന് കടന്നു പോകണ്ട. നമ്മൾ നിന്നും 100 മീറ്റർ പോലും ദൂരമില്ലാത്ത കൊക്കിയാർ വില്ലേജ് ഓഫീസ് പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും. കൊക്കിയാർ വില്ലേജ് ഓഫീസിന്റെ കെട്ടിടം 50 ലക്ഷം രൂപ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കിയെന്ന് വരുത്തി തീർത്ത ഒരു കെട്ടിടം. പീരുമേട് നിയോജക മണ്ഡലത്തിലെ 4 വില്ലേജ് ഓഫീസുകൾക്ക് ഗവൺമെന്റ് 50 ലക്ഷം രൂപ അനുവദിച്ചു. വില്ലേജ് ഓഫീസുകൾക്ക് 50 ലക്ഷം രൂപ അനുവദിച്ചപ്പോൾ കൊക്കിയാറ്റിലും പീരുമേടിലും അടക്കമുള്ള വില്ലേജ് ഓഫീസുകൾ നിർമ്മാണം പൂർത്തിയാക്കി 50 ലക്ഷം രൂപയ്ക്ക്. നമ്മൾ തന്നെ ചിന്തിക്കുന്നു, നമുക്ക് സർക്കാർ വീട് തരുന്നത് എത്ര? 540-600 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് നിർമ്മിക്കുന്നതിന് നമുക്ക് അനുവദിക്കുന്നത് ലൈഫ് പദ്ധതിയിൽ 4 ലക്ഷം രൂപ. ഇവിടെ അത്രയും മാത്രമുള്ള ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് അനുവദിച്ചത് 50 ലക്ഷം രൂപയാണ്. പീരുമേട് നിയോജക മണ്ഡലത്തിൽ 4 എണ്ണമാണ് അനുവദിച്ചത്. 4 വില്ലേജ് ഓഫീസുകളുടെ കെട്ടിടവും 3 കെട്ടിടവും നിർമ്മാണം. ആരോപണ വിധേയരായ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ജനാധിപത്യ മര്യാദയനുസരിച്ചുള്ള എല്ലാ നടപടികളും കോൺഗ്രസ് സ്വീകരിച്ചിട്ടും തൃപ്തരാകാത്ത ഏക രാഷ്ട്രീയ പാർട്ടി CPM മാത്രമാണ്. പീഡനക്കേസിൽ പ്രതിയായവർ മന്ത്രിയും MLA-യുമായി ഇടതുമുന്നണിക്ക് ഒപ്പമുള്ളപ്പോഴാണ് വിചിത്ര വാദവുമായി CPM രംഗത്ത് വരുന്നതെന്നും നൌഷാദ് വെമ്പിളി പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് സണ്ണി തുരുത്തുംപള്ളിയുടെ നേതൃത്വത്തിൽ നാരകമ്പുഴ യൂണിയൻ ബാങ്ക് ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ DCC അംഗങ്ങളായ സ്വർണ്ണലത അപ്പുക്കുട്ടൻ, ഓലിക്കൽ സുരേഷ്, ബ്ലോക്ക് ഭാരവാഹികളായ അയൂബ് ഖാൻ കട്ടപ്ലാക്കൽ, PJ വർഗീസ്, KH തൗഫീഖ്, മണ്ഡലം ഭാരവാഹികളായ PK ഷാജി, D രാജീവ്, മാത്യു കമ്പിയിൽ, IC മോൾ ബിബിൻ, PP ശ്രീനിവാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ സ്റ്റാൻലി സണ്ണി, സുനിത ജയപ്രകാശ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൽമാൻ ഷാഹുൽ, മണ്ഡലം പ്രതിനിധികളായ ജയപ്രകാശ്, ഷാഹുൽ പാറയ്ക്കൽ, ജോൺസൺ പൈലോ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഫെസ്റ്റ് ന്യൂസ്, മുണ്ടക്കയം.